നമ്മുടെ ജാഥയുമായി ഇവിടെ എത്തിച്ചേർന്ന ജാഥാ നായകൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിയമസഭാ പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സംസ്ഥാന ലീഗിൻ്റെ നേതാക്കന്മാരെ, മന്ത്രിമാരെ, MLA-മാരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഈ നട്ടുച്ച നേരത്ത് അതിയായ പ്രയാസത്തിലാണ് നിങ്ങൾ ഈ പന്ത്രണ്ടിൻ്റെ ചുവട്ടിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അധ്യക്ഷൻ വിളിച്ചതിൻ്റെ പേരിൽ ചെറുതായി ഒന്ന് നിങ്ങളോട് അഭിസംബോധന ചെയ്യുക എന്നതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കേരളത്തിൽ ഞങ്ങൾ ഈ ജാഥ തീരുമാനിച്ച് മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ചു. മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച് ഈ മാട്ടൂൽ വരെ എത്തുന്ന സമയം വരെ എല്ലാ സ്വീകരണ യോഗങ്ങളും ഒന്നിനൊന്ന് കിടപിടിക്കുന്നതായിരുന്നു. ഈ നട്ടുച്ച നേരത്ത് ഈ മാട്ടൂലിൽ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ എല്ലാ കണക്കുകളെയും തെറ്റിക്കത്തക്ക രീതിയിൽ ഇത്രയും ജനസാമാന്യത്തെ വിളിച്ചു വരുത്തിയിട്ടുള്ള നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ജാഥക്ക് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മുദ്രാവാക്യം ഏതു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും രാജ്യസ്നേഹമുള്ള ഏതൊരു പൗരന്മാരാണെങ്കിലും അവർ അംഗീകരിക്കുകയും അവർ പിന്തുണ നൽകുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് രാജ്യം അതിൻ്റെ റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. രാഷ്ട്രപതി ഇന്ത്യയോടും ലോകത്തോടും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഉൾക്കൊള്ളുന്ന ഗൗരവതരമായ വിഷയമാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിലെ ജനതയുടെ മുമ്പാകെ ഈ ജാഥയിൽ ഒരു സന്ദേശമായി നൽകുന്നത് എന്നുകൂടി ഞാൻ ഉറപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജാഥ പലരും നടത്തുന്നുണ്ട്, ജാഥ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ വർഷമായി LDF-ൽ ഒരു ബർത്ത് കിട്ടാൻ ആഗ്രഹിച്ചു നടക്കുന്ന ചിലരും ജാഥ നടത്താൻ തീരുമാനിക്കുകയും ആ ജാഥ എവിടെയാണ് എന്താ എന്നറിയില്ല, അതൊരു ജുഡീഷ്യൽ അന്വേഷണത്തെ വെക്കണമെന്നാണ് മുനീർ സാഹിബ് എന്നോട് പറഞ്ഞത്. ജാഥ പല രീതിയിലുണ്ട്. ഞങ്ങളുടെ ജാഥ നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി രാജ്യം ഐക്യത്തോടുകൂടി നിൽക്കാൻ, രാജ്യത്ത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ, രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്ക് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ, മതേതര ജനാധിപത്യ ശക്തികളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ജാഥ നടത്തുന്നത്. ഞങ്ങൾ ഈ കേരളത്തിൽ, ഈ മലയാളക്കരയിൽ ഞങ്ങളുടെ പ്രവർത്തനം മൂലം ഞങ്ങളുടെ ഈ മുദ്രാവാക്യം ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന പാർട്ടിയാണ്. ബഷീർ സാഹിബ് ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുകയുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടി ജാഥ നടത്തിയിട്ടുണ്ട്. പിണറായി സഹ ജാതിയുമായി പോയിട്ടുണ്ട്. അടുത്തൊരു ഭരണത്തിൽ വരും എന്ന വ്യാമോഹത്തിൽ കഴിഞ്ഞ കാലത്ത് പറഞ്ഞതെല്ലാം മാറ്റി പറയുകയും ഇവിടെ വികസന വിപ്ലവം കൊണ്ടുവരുമെന്ന് പറയുകയും അതിനുവേണ്ടി പ്രകടന പത്രിക ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി മുതലാളിമാരുമായി പല നഗരപ്രദേശങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ടാണ് പിണറായി സഖാവ് പോയത്. ഇവിടെ മുനീർ സാഹിബുണ്ട്. എക്സ്പ്രസ് ഹൈവേ നാം പറഞ്ഞതാണ്. പല പദ്ധതികളും കേരളത്തിന്റെ അടിസ്ഥാന വികസനം ലക്ഷ്യം വെച്ച് നാം തീരുമാനിച്ചതാണ്. എല്ലാറ്റിനോടും എതിർപ്പായിരുന്നു. ഒന്നും നടക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. വരട്ടുശാസ്ത്രം പറഞ്ഞുകൊണ്ട്, ന്യായാന്യാതകൾ നിരത്തിവെച്ചുകൊണ്ട് കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിറകിലേക്ക് പോവാൻ കാരണഹേതുവായത് CPM-ന്റെ വികസന നിലപാടായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ബംഗാൾ അവർ കുട്ടിച്ചോറാക്കി. ബംഗാളികളെല്ലാം ഇന്ന് കേരളത്തിൽ ജോലിക്ക് വരികയാണ്. എല്ലായിടത്തും ബംഗാളികളെ കാണാം, ഇല്ലേ? എല്ലായിടത്തും കാണാം. ബംഗാളികൾക്ക് ഈ ചുവന്ന കൊടിയെ കാണാൻ വെക്കൂല. ഞങ്ങളുടെ നാട്ടിൽ ദിവസം ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോടി മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസം. അപ്പൊ CPM വിചാരിച്ചു ലീഗാണ്,
ലീഗർ കാത്തിരുന്നു. ആരെ കുടി പറിക്കുന്നത് കാണാൻ വേണ്ടി ആളെ കാണുന്നില്ല. അവസാനം മാർക്സിസ്റ്റ് പാർട്ടി ലീഗർ ഒന്നിച്ചു നിന്നു, രാത്രി കാത്തുന്നു. അപ്പൊ രണ്ട് കുട്ടികൾ, രണ്ട് ചെറുപ്പക്കാർ ചെങ്കൊടി പറിക്കുകയാണ്. അവരെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു. അവിടെ ചെറുപ്പക്കാരും പോലീസുകാരാണ്. അല്പം കയ്യിൽ കിട്ടിയാൽ പൂശുന്ന ഒരാളാണ്, ഒരു ജൂനിയർ പുലിക്കോടനാണ്. രണ്ടു കൊടുത്തു. ഈ ബംഗാളികളായ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ ജോലിക്ക് വേണ്ടി വന്നതാണ്, ഞങ്ങളെ ബംഗാൾ നശിപ്പിച്ച് ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോയത് ഈ ചെങ്കൊടിയാണ്. ഈ ചെങ്കൊടി ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് ഇവിടെയും ജോലി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞു. ആ പാർട്ടിയാണ് പിണറായിയുടെ പാർട്ടി. അതുകൊണ്ട് പിണറായി സഖാവ് ഞാൻ പറയുന്നു, ഓടണ്ടമ്മാവ ആളല്ല.